പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയപ്പെട്ടവരെ, സോറിയാസിസ് രോഗികള്, ത്വക്ക് രോഗികള്, വ്രണങ്ങൾ പൊറുക്കാത്തവര്, നവരന്ധ്രങ്ങളിൽ നിന്ന് ഫ്ലൂയിഡ് വരുന്നവര്, നീതികെട്ടി കിടക്കുന്നവര്, വിട്ടുമാറാതെ നിരന്തരമായ മരുന്ന് കഴിക്കുന്ന രോഗങ്ങള് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, ജീവിക്കുന്നവനായ ദൈവമേ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുവാൻ പരിശുദ്ധ പിതാവ് അനുവദിച്ച കർത്താവിന് നിരന്തരമായ ആരാധന നടക്കുന്ന ഈ വിശുദ്ധ മണ്ണിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്ന് അനുഗ്രഹിക്കുന്നതിന്, ഞങ്ങളെ കൊണ്ടുവന്ന് കണ്ണുനീരൊപ്പുന്നതിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ഭാരങ്ങള് അമ്മയുടെ മധ്യസ്ഥതയില്, ഞങ്ങളുടെ ക്ലേശങ്ങള് ഇവിടെ ഇറക്കി വെക്കുന്ന, നിന്നെ ഏൽപ്പിക്കുന്ന കർത്താവേ, കൈനീട്ടി ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളെ ഭാരങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നിന്റെ നാമത്തില് സമാധാനത്തില് സുവിശേഷത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. യേശു കർത്താവ് ജീവിക്കുന്നു. മക്കളെ ഒന്ന് മുട്ടുകുത്തിക്കേ. നമ്മളിപ്പോൾ നമ്മുടെ കുടുംബത്തെ ബാധിക്കുന്ന വളരെ ഗുരുതരമായ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ജോലിയില്ലാതെ നിൽക്കുന്ന മക്കള്, നിങ്ങളൊന്ന് കൈകൂപ്പിക്കുക. എല്ലാവരും മാതാവിൻ്റെ അടുത്ത് മധ്യസ്ഥം വഹിച്ച് ഈശോ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ജോലിയില്ലാതെ നിൽക്കുന്ന മക്കൾ, ഈ പ്രാർത്ഥന കൊണ്ട് അവർക്ക് ജോലി കിട്ടണം. നിങ്ങൾ സാങ്കേതികമായ ഒരു വിഷയത്തിന് വേണ്ടി വിശ്വാസികളുടെ പ്രാർത്ഥന പോലെ ഒരു സാധനം പ്രാർത്ഥിക്കുകയല്ല. നമ്മൾ കൃപാസന അൾത്താരയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇതിൻ്റെ ജോലിയില്ലാത്തതിൻ്റെ വേദന നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ടിട്ടാണ് അത് പ്രാർത്ഥനയൊക്കെ മാറ്റണത്. പെണ്ണ് കെട്ടാത്തവരുണ്ട്. ഇനി കല്യാണം വേണ്ടെന്നും പറഞ്ഞ് നിൽക്കുന്ന തിന്മയുടെ ആരൂപിയുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സ്റ്റേറ്റ് ഓഫ് ലൈഫ് ദൈവം പറഞ്ഞിട്ടില്ല. നിന്റെ സുഖത്തിന് വേണ്ടി നീ തിരഞ്ഞെടുത്തത് ദോഷം ചെയ്യുമെന്ന് പരിശുദ്ധാത്മാവ് നിനക്ക് ബോധ്യം തരണില്ല. ഈ പ്രാർത്ഥനയിലൂടെ അങ്ങനെയുള്ള മക്കളെ സമർപ്പിച്ച് അമ്മമാർ പ്രാർത്ഥിക്കണം. കല്യാണം കിട്ടാതെ നിൽക്കുന്ന ചെറുക്കന്മാരുടെ എണ്ണം കൂടുതലാണ്. അതൊക്കെ ഭാവിയിൽ സഭയെ അത് ബാധിക്കാം, സമൂഹത്തെ അത് ബാധിക്കാം. ആ മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ മുട്ട നിർത്തിയിരിക്കണത്.
വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. ലോകം മുഴുവനുള്ള മക്കൾ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെല്ലാം ആ സമയത്ത് മുട്ടേ നിൽക്കേണ്ടതാണ്. വിസ പുതുക്കി കിട്ടാത്തവരുണ്ട്. അവർ പഠിച്ചു കഴിഞ്ഞ് കാശെല്ലാം കടമായി, പഠിച്ചിട്ട് ജോലി എടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ തിരിച്ചു പോകുന്ന നാട്ടിൽ കടമായി ജീവിക്കുക. എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ അന്തരാളത്തിൽ ജീവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ ആഴ്ച ഇതിനൊക്കെ സമാധാനം ഉണ്ടാകും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. സാക്ഷ്യങ്ങളിലൂടെ മഹത്വപ്പെടുത്തണമേ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന, യേശുവേ നന്ദി. പല ആൾക്കാരും ജോലിക്ക് പോകുന്നവരുണ്ട്, ജോലി മുടങ്ങി നിൽക്കുന്നവരുണ്ട്, ഇന്റർവ്യൂ നടക്കാത്തവരുണ്ട്, ഇന്റർവ്യൂവിന് വിളിക്കാത്തവരുണ്ട്, കൊടുത്ത പണം നഷ്ടപ്പെട്ടവരുണ്ട്, പറ്റിപ്പിൽ അകപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. കുടുംബ കലഹങ്ങള്, കുടുംബ വഴക്കുകള്, മാറി താമസങ്ങള്, വിഘടിച്ച് നിൽക്കുന്നവര്, കേസിൽ അകപ്പെട്ടിരിക്കുന്നവര്, കടകമ്പോളങ്ങളും ഏജൻസികളോ ഷോപ്പുകളൊക്കെ നടത്തിയിട്ട് പിന്നെയും കടമായിട്ട് പൊറുക്കാൻ പറ്റാത്തവർ, നാട് വിട്ട് പോയാലോ എന്ന് ചിന്തിക്കുന്നവർ, വേദന കൊണ്ട് ഉറക്കമില്ലാത്തവരുടെ മേൽ ദൈവത്തിൻ്റെ ചൈതന്യം ആവശ്യിച്ചുകൊണ്ട് കർത്താവ് അവരെ നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ, അവരെ ഏറ്റെടുത്ത് നിർത്തണമേ, നിലനിർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ആരാധന, മഹത്വം, മഹത്വം, ആരാധന, ആരാധന, ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, 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 വികാരണിനാഥന്റെ ആശീർവാദം സ്വീകരിക്കും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആമേൻ, ആമേൻ, ആദ്യമായി തന്നെ ഈ പരിശുദ്ധ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് അലീന. ഞാൻ വരുന്നത് വൈക്കം കൊട്ടാരപ്പള്ളി ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 11/10/2023 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ, ഞാൻ 2023 മെയ്യിൽ എൻ്റെ ജർമ്മൻ പഠനം പൂർത്തിയാക്കിയതാണ്. ആദ്യമായി ഞാൻ കൃപാസനത്തെ പറ്റി കേട്ടത് എൻ്റെ ചേച്ചി കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിരുന്ന ആളാണ്.
ഞങ്ങൾ റിലേറ്റീവ്സ് വഴി കൃപാസനത്തെ പറ്റി കേൾക്കുകയും ചേച്ചിക്ക് വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹം ഉണ്ടായിട്ട് ചേച്ചി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2023 സെപ്റ്റംബറിൽ ചേച്ചിക്ക് ഫ്രാൻസിൽ പോകാൻ പറ്റി. അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയെ പറ്റി അറിയുന്നത്. അങ്ങനെ ചേച്ചിയുടെ കൂടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിലും പ്രാർത്ഥനകളിലും ഒക്കെ പങ്കുചേർന്നുകൊണ്ട് എനിക്കും നല്ല വിശ്വാസമായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്താൽ പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുമെന്ന്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എക്സാമിന് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഞാൻ 2023 ഒക്ടോബറിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തെങ്കിലും അത് കഴിഞ്ഞിട്ടും എനിക്ക് ഡേറ്റ് അടുത്തൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, എനിക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിങ്ങിന് പോകണമെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ വേണം. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ FSJക്ക് പോകാൻ, അതിനാകുമ്പോൾ എനിക്ക് B1 എങ്കിലും മതി. അങ്ങനെ ഞാൻ B1ന് ഡേറ്റ് എടുത്തു. ഏജൻറ്റ് വഴിയാണ് ഡേറ്റ് എടുത്തത്. അങ്ങനെ എനിക്ക് 3 മൊഡ്യൂളിനുള്ള ഡേറ്റാണ് കിട്ടിയത്. ഞാൻ അങ്ങനെ ആ 3 മൊഡ്യൂൾ പോയി അറ്റൻഡ് ചെയ്തു. റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങും ആയിരുന്നു എനിക്ക് കിട്ടിയ മൊഡ്യൂൾസ്. ഞാനത് എൻ്റെ ഉടമ്പടി കാശുരൂപവും പിന്നെ എൻ്റെ നെറ്റിയിൽ തൈലമൊക്കെ പുരട്ടി പോയി അറ്റൻഡ് ചെയ്തു. എനിക്ക് തിരുവനന്തപുരത്തായിരുന്നു. ഞാൻ അങ്ങനെ എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ട് തോന്നിയില്ല, അത്യാവശ്യം എളുപ്പമായിട്ടൊക്കെയാണ് തോന്നിയേ. അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ മെയ് മാസമായിരുന്നു. അപ്പോൾ ഇവിടെ മെയ് മാസം വണക്കം നടക്കുന്നുണ്ടായിരുന്നു മാതാവിൻ്റെ. അതിൽ ഞാൻ ഡെയിലി പങ്കെടുത്ത് പ്രാർത്ഥിച്ചു. ഡെയിലി കൊന്ത ചൊല്ലി, 4 കൊന്തെങ്കിലും ഡെയിലി ഞാൻ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് മെയ്യിൽ തന്നെ B2നുള്ള ഡേറ്റും കിട്ടി. അപ്പോൾ ഞാൻ B2 എക്സാമിൻ്റെ രജിസ്ട്രേഷന് പോയിട്ട് പിറ്റേ ദിവസം ഇവിടെ വന്ന് പത്രം വാങ്ങിക്കാൻ വന്നു. ആ മാസത്തെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനായിട്ട് ഞാനും അപ്പച്ചനും കൂടെ ഇവിടെ പത്രം വാങ്ങിക്കാൻ വന്നു. അപ്പോൾ അപ്പച്ചൻ നേർച്ച വസ്തുക്കൾ വാങ്ങിക്കാനായിട്ട് കൗണ്ടറിൽ നിൽക്കുമ്പോഴേക്കുമാണ് എനിക്ക് മെയിൽ വരുന്നത്, എനിക്ക് റിസൾട്ട് വന്നെന്നും പറഞ്ഞ്. ഞാനപ്പോൾ അവിടെയുള്ള കൗണ്ടറിൻ്റെ അവിടെയുള്ള മാതാവിൻ്റെ ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയിൽ എൻ്റെ ഫോൺ കൊണ്ടുവച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ എനിക്ക് റിസൾട്ട് വന്നിരിക്കുന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത 3 മൊഡ്യൂളും ഞാൻ പാസ്സായി. അന്ന് തന്നെ എനിക്ക് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനുള്ള അവസരം ലഭിച്ചിരുന്നു എൻ്റെ B2 എക്സാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിക്കുകയും പിന്നെ എല്ലാവർക്കും കാശുരൂപം തരികയൊക്കെ ചെയ്തിരുന്നു. അതൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ എക്സാമിന് പോയി. പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. എനിക്ക് B1 ഒറ്റ ഇതിൽ തന്നെ കിട്ടി. പിന്നെ അച്ഛനെ കാണാൻ പറ്റി. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു എനിക്ക് പെട്ടെന്ന് കിട്ടുമായിരിക്കുമെന്ന്. പക്ഷേ ഞാൻ അറ്റൻഡ് ചെയ്തതിൽ എനിക്ക് ആകെപ്പാടെ 1 മൊഡ്യൂൾ മാത്രമേ കിട്ടിയുള്ളൂ, സ്പീക്കിംഗ് മാത്രമേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് പിന്നെ ഭയങ്കര സങ്കടമായി. ഞാൻ പിന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ അന്നേരമൊക്കെ എനിക്ക് പിന്നെ പെട്ടെന്ന് ഡേറ്റൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. എങ്കിലും എനിക്ക് പാസ്സാവാൻ പറ്റുന്നില്ലായിരുന്നു. എൻ്റെ ഈ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് കാരണമെന്നാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഞാൻ ഡേറ്റ് എടുത്തു, എക്സാം എഴുതിക്കൊണ്ടിരുന്നു, കിട്ടുന്നില്ല. പിന്നെ ഞാൻ ബാംഗ്ലൂർ പോകാൻ തീരുമാനിച്ചു. ഞാനും എൻ്റെ കസിനും കൂടെയാണ് പോയത്. ഞങ്ങൾ 2 പേരും ഇവിടുന്ന് 2 കെട്ട് പത്രം, കന്നഡ ഭാഷയിൽ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി. പക്ഷേ ഞങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്തു. ഞങ്ങൾ 2 മൊഡ്യൂൾസിനാണ് എടുത്തത്, ലിസണിങ്ങും റീഡിങ്ങും. അത് രണ്ടും ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. എക്സാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഞങ്ങൾ പത്രം കൊടുക്കുന്ന കാര്യം ഓർത്തത്. അവൾ മറന്നുപോയിരുന്നു. ഞാൻ ഓർത്തെങ്കിലും എനിക്കൊരു പേടി കൊണ്ട്, ലാംഗ്വേജ് ഒന്നും അറിയത്തില്ല, എങ്ങനെ എല്ലാവർക്കും കൊടുക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മേടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ മാതാവ് അത് കൊടുക്കുമെന്ന് തോന്നിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഞാൻ അപ്പച്ചനോട് പറഞ്ഞു. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു, നിങ്ങൾ പിന്നെ എന്തിനും കൊണ്ട് വന്ന് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൊടുത്തു. അങ്ങനെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ആരും തന്നെ ഞങ്ങളോട് വേണ്ടാന്നൊന്നും പറഞ്ഞില്ല. എല്ലാവരും ഞങ്ങൾ ഏതൊക്കെയോ ഭാഷ പറഞ്ഞു, അവരെന്നിട്ടത് വാങ്ങിച്ചു. അങ്ങനെ അത് കഴിഞ്ഞ് 4 ദിവസം കൊണ്ടാണ് ബാംഗ്ലൂരിൽ റിസൾട്ട് വരുന്നത്. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്ന് പിറ്റേ ദിവസം ഉച്ചയായപ്പോഴേക്കും റിസൾട്ട് വന്നു. അപ്പോൾ എൻ്റെ കസിൻ വിളിച്ചുവേടി റിസൾട്ട് വന്ന് നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും ഞങ്ങൾ 2 പേരും 2 മൊഡ്യൂളാണ് എടുത്തിരുന്നത്. പക്ഷേ 1 മൊഡ്യൂൾ ഹിയറിങ്ങിന് ഞങ്ങൾക്ക് 2 പേർക്കും സെയിം മാർക്കിൽ ഞങ്ങൾ പാസ്സായി. അതിന് അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എനിക്ക് അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ എക്സാമൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു ഏജൻസിയുടെ ആഡ് കണ്ടിട്ട് വിളിച്ചു. അവിടെ 2 മൊഡ്യൂൾസ് കൊണ്ട് പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തു. അവിടെ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സൊക്കെ അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ആണെന്ന്. അപ്പോൾ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് 1 വർഷം കഴിഞ്ഞതായിരുന്നു. ഒരെണ്ണം ഈ ഏപ്രിലിൽ 1 വർഷം ആകുന്നതാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഒത്തിരി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു,
ജർമ്മനിയിൽ നഴ്സിംഗ് ഹോസ്പിറ്റൽ അങ്ങനെ പോകണമെങ്കിൽ 1 വർഷത്തിന് മേളിലായ സർട്ടിഫിക്കറ്റ് കൊണ്ട് പറ്റത്തില്ല എന്നൊക്കെ, വിസ റിജക്ഷൻ വരുമെന്നൊക്കെ. അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ അതിന് കൊടുത്തു. അത് കൊടുത്തു കഴിഞ്ഞിട്ട് അവർക്ക് 2 ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. ഒരെണ്ണം എംപ്ലോയർ ഇൻ്റർവ്യൂവും അതിന് മുൻപായിട്ട് നമ്മൾ ആ എംപ്ലോയർ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ എലിജിബിൾ ആണോ എന്ന് നോക്കുന്ന ഒരു ഇൻ്റർവ്യൂവും കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ ഫസ്റ്റ് അറ്റൻഡ് ചെയ്തപ്പോൾ എൻ്റെ ലാംഗ്വേജ് പോരാത്തതുകൊണ്ട് ഞാൻ ഫെയിലായി. അതിലും ഞാൻ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും ഒക്കെ ഉപയോഗിച്ചും പിന്നെ പച്ചത്തിരിയും നീളത്തിരിയും കത്തിച്ചൊക്കെയാണ് പ്രാർത്ഥിച്ചത്. പക്ഷേ എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇനി എനിക്കൊരു സെക്കൻഡ് ചാൻസ് തരുവാണെങ്കിൽ ഞാൻ 1000 മണി ജപമാലയും കൂടെ ചൊല്ലി പ്രാർത്ഥിച്ചോളാം, ഞാൻ പാസ്സാകുവാണെങ്കിലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് പിന്നെ ഒരു സെക്കൻഡ് ചാൻസ് കിട്ടി. ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. ഞാൻ അങ്ങനെ മാതാവിനോട് പറഞ്ഞ 1000 മണി ജപമാല ഞാൻ ചൊല്ലിത്തീർത്തു. അത് കഴിഞ്ഞിട്ട് എംപ്ലോയർ ഇൻ്റർവ്യൂ വന്നതും ഫസ്റ്റ് ഒരു ഇൻ്റർവ്യൂ വന്നെങ്കിലും അതിൽ ഞങ്ങൾക്ക് ആർക്കും റിസൾട്ട് കിട്ടിയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇതുപോലെ തന്നെ മാതാവിനോട് 1000 മണി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോളാന്ന് പറഞ്ഞ് ഇതുപോലെ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ എനിക്ക് റിസൾട്ട് വന്നു, ഞാൻ പാസ്സായി. അങ്ങനെ ഞാൻ ജാനുവരി 28-ാം തീയതി വിസയ്ക്ക് വെച്ചു. 29-ാം തീയതി വിസയ്ക്ക് വെച്ചു. അപ്പോഴും എനിക്ക് കോൺട്രാക്റ്റിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കോൺട്രാക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്നേരം വരെ. VFSൻ്റെ ഡേറ്റ് എടുത്തതും ഞാൻ കോൺട്രാക്റ്റ് കിട്ടാതെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞൊക്കെ എനിക്ക് കിട്ടിയതൊക്കെ. അങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ അവിടെ ഇരുന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ ടൈമിൽ തന്നെ എനിക്ക് കോൺട്രാക്റ്റ് കിട്ടുകയും ഞാൻ അത് വെച്ചിട്ട് എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനും പറ്റി. അങ്ങനെ എനിക്ക് ഫെബ്രുവരി 28-ാം തീയതി എനിക്ക് വിസ വന്നു. അതിൽ വിസ ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ എനിക്ക് കിട്ടുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു. പക്ഷേ അമ്മ മാതാവ് ഈശോയെ എനിക്കത് തന്നു. ഞാൻ ഒത്തിരി വർഷങ്ങളായിട്ട് കാത്തിരുന്ന എൻ്റെ വിസയാണ്. എനിക്കത് അമ്മ മാതാവ് ഈശോയും തന്നു. ഈശോയ്ക്ക് അമ്മയ്ക്ക് ഒത്തിരി നന്ദി. ഏപ്രിൽ 2-ാം തീയതി പോകുവാണ് ജർമ്മനിക്ക് നഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാനായിട്ട് ഞാൻ പോവാണ്. ഈശോയ്ക്ക് അമ്മ മാതാവിന് ഈ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഞാനാണെങ്കിൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് മേത്തുണ്ടായിരുന്ന അലർജി വർഷങ്ങളായിട്ടുണ്ടായിരുന്നു. ചെറുതിലെ തൊട്ടുള്ളതാണ്. എന്തിൻ്റെയാണ് കാരണമെന്നൊന്നും പ്രത്യേകിച്ച് അറിയാൻ പറ്റത്തില്ല. ചെറുതിലേക്ക് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ആശുപത്രിയിൽ പോകും, അപ്പോൾ എന്തെങ്കിലുമൊക്കെ മരുന്ന് കിട്ടും, പെട്ടെന്ന് അത് മാറും, അത് കഴിഞ്ഞ് പിന്നെയും വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ ചിലർ ഇപ്പോൾ അലോപ്പതി പോകുമ്പോഴത്തേക്ക് അവർ ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറയും. അത് കഴിഞ്ഞ് ആയുർവേദത്തിൽ പോയപ്പോൾ ക്ലൈമറ്റിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഞാൻ കുറേ മരുന്ന് കഴിച്ചു. അപ്പോൾ കുറച്ച് കുറയും, അത് കഴിഞ്ഞ് പിന്നെയും കുറേ നാൾ കഴിയുമ്പോൾ പിന്നെയും വരും. അങ്ങനെ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അന്നേരം എന്നും രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ നെറ്റിയിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും പിന്നെ മേത്ത് തേൻ പുരട്ടുകയും പിന്നെ ഉപ്പുവെള്ളത്തിൽ കാല് കഴുകുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് എൻ്റെ അലർജിയും മാറ്റിത്തന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഈ ഉടമ്പടി വഴി എൻ്റെ ആത്മീയ ജീവിതം എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ് ആക്കാൻ പറ്റി. എനിക്ക് ഒന്നെല്ലാം കൺസിസ്റ്റൻസി ഇല്ലായിരുന്നു. പ്രാർത്ഥിക്കാനൊക്കെ ആണെങ്കിലും കുടുംബ പ്രാർത്ഥനയിൽ തന്നെ ഒരു രഹസ്യം തന്നെ ചെല്ലാനായിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇപ്പോൾ ഞാൻ ആ സ്ഥാനത്ത് എനിക്ക് എവിടെയെങ്കിലും പോകുന്ന വഴിക്കൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ കൊന്ത ചെല്ലാനും പിന്നെ എനിക്ക് ഒട്ടും പറ്റുമെന്ന് വിചാരിച്ച കാര്യമല്ല ഈ 1000 മണി ജപമാലയൊക്കെ. അതൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്നതിൽ അധികം പ്രാവശ്യം ഞാനിപ്പോൾ ചെല്ലുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചതെന്ന് വെച്ചാൽ എനിക്ക് ബൈബിള് ഫുള്ളായിട്ട് വായിച്ചു തീർക്കാൻ പറ്റി. ഇതൊക്കെയാണ് അമ്മ മാതാവ് വഴി ഈശോ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് ഞാനും അപ്പച്ചനും കൂടെ പത്രം വാങ്ങിക്കും. എന്നിട്ട് ഓട്ടോ സ്റ്റാൻഡിലും റോഡിലും ഒക്കെ ഉള്ള ആൾക്കാർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് അടുത്തുള്ള മേഴ്സി ഹോമിൽ പോവുകയും അവർ കാണുകയും പിന്നെ കയ്യിൽ കാശിക്ക് ഉള്ളപ്പോൾ എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും. പിന്നെ അല്ലാത്തപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് സഹായം ചോദിച്ചു വരുന്ന ആൾക്കാരെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കും. പിന്നെ പള്ളിയിൽ എന്തെങ്കിലും ശുശ്രൂഷകൾക്കൊക്കെ വിളിച്ചാൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങളാണ് അമ്മ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. എനിക്ക് അതുപോലെ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടിയത് സമയം ഒരു 2:30-ക്കായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് വിസ വരുമ്പോഴത്തേക്കും 7ാമത്തെ പേജിൽ വന്നോ 7 അല്ലെങ്കിൽ 3 ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വന്നപ്പോഴത്തേക്കും അതെനിക്ക് 7ാമത്തെ പേജിലാണ് മാതാവ് എനിക്ക് വിസ അടിച്ചു തന്നത്.
ഇത്രയൊക്കെ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കിയതിന് ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി. ഞാൻ ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. എൻ്റെ പേര് ആലീസ് റോയ്, ആലങ്ങാട് നിന്ന് വരുന്നു, ആലുവ. ഞാൻ 2024 ജൂൺ 13 ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതെൻ്റെ സാക്ഷി ഞാൻ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എല്ലാം ശരിയായി. 6 ഇത് വെച്ച് നിയോഗം വെച്ചതിൽ 5 നിയോഗവും നടന്നപ്പോൾ ഇവിടെ ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്. ഇത് രണ്ടാമത്തെ സാക്ഷ്യമാണ്. അപ്പം ഞാൻ ഒരു 3ാമത്തെ പുതുക്കലിന് വന്ന സമയത്ത് ഞാനൊരു നിയോഗം വെച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനത്തിൻ്റെ മാർഗം കൂടി കാണിച്ചു തന്നെ മാതാവിന്ന്. പക്ഷേ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എനിക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകാനായിട്ടൊരു ചാൻസ് വന്നു. ഞാനപ്പോൾ അത് ഇറ്റലി പോകാനായിട്ടും ഞാനപ്പോൾ അത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ എൻ്റെ കസിന് വേണ്ടി പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ചേച്ചി കൊണ്ട് പോരെ, ഞാൻ ചേച്ചിക്കുള്ള പൈസ ഞാൻ എടുത്തോളാം. എൻ്റെ അടുത്ത് ഇത്തിരി പ്രശ്നമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ വിസയ്ക്ക് ഉള്ളതിന് പ്രോസസ്സിങ്ങിനുള്ള പാസ്പോർട്ടൊക്കെ കൊടുത്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൾ അതിൽ നിന്ന് പിന്മാറി. പക്ഷേ എൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏജൻറ്റ് പറഞ്ഞു, ഇത് നടക്കാൻ ഇത്തിരി സാധ്യത കുറവാണ് ചേച്ചി, എല്ലാം റിജക്ഷനായി വരെയാണ്, ചേച്ചി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇപ്പോഴും ഞാൻ ആ പുള്ളിനോട് വിളിക്കുമ്പോൾ ഞാൻ പറയും, എൻ്റെ കാര്യം മാതാവിനറിയാം, മാതാവ് നന്മയ്ക്കാണ് എനിക്ക് നടത്തി തരും, ഞാൻ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കണത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് അന്നൊരു ദിവസം ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് ചെന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ ഇത് മാതാവാണ് നടത്തുന്നത്, എനിക്കതിന് എന്താണെന്ന് എനിക്ക് കാണിച്ചു തന്നെ, ഇന്ന് എനിക്ക് ഇത് കിട്ടണം. കുറച്ച് ദിവസം ഇങ്ങനെ ഇത്തിരി ടെൻഷൻ അടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് സുഗന്ധാഭിഷേകം. എനിക്ക് മനസ്സിലായില്ല, ഞാൻ അവിടുത്തെ ആരെങ്കിലും പെർഫ്യൂം അടിച്ച് വന്നതായിരിക്കും എന്ന് ആദ്യം ഓർത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും പിന്നെ ഇത് മണം പോകുന്നേ ഇല്ല. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് 2 പ്രാവശ്യത്തിന് മുമ്പ് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിട്ടുണ്ട്. അതെനിക്ക് മാതാവ് ഇങ്ങനെ സ്ക്രീനിൽ കാണിക്കുന്നവരെ ഇങ്ങനെ എനിക്ക് കാണിച്ചു തരുകയാണ്. അപ്പോൾ ഞാൻ വിശ്വസിച്ചു, മാതാവേ അയ്യോ മാതാവ് എൻ്റെ അടുത്തുണ്ടല്ലോ എന്ന് ഞാൻ ഇങ്ങനെ ഓർത്തു. അപ്പോഴേക്കും ഔസേപിതാവിൻ്റെ രൂപത്തിൻ്റെ അടുത്ത് നിന്ന് മാതാവ് അങ്ങോട്ട് പോകണത് കറക്റ്റ് ഇങ്ങനെ കണ്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നടക്കുമെന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ വെച്ച് വന്ന് മക്കളോട് പറഞ്ഞത് എനിക്ക് ഉറപ്പായിട്ടും എനിക്കിത് കിട്ടും എന്ന് പറഞ്ഞപ്പോഴേക്കും മക്കൾ ചിരിച്ചുകൊണ്ട് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, ഇത് വരട്ടെ ഇന്ന് തന്നെ ഞാൻ പറയാമെന്ന് പറഞ്ഞു അവരോട്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു 11:30 ആയപ്പോൾ ഏജൻറ്റ് വിളിച്ചു പറഞ്ഞു, ചേച്ചി റെഡി ആയിട്ടുണ്ട് കേട്ടോ, വിസ റെഡിയായെന്ന്. പിന്നെ സാമ്പത്തികമായി. അപ്പോൾ ഇനി സാമ്പത്തിക പ്രശ്നങ്ങൾ അത് ഇനി എങ്ങനെ ചെയ്യും, ഇനി അവളോട് പൈസ ചോദിക്കുന്നതിനോട് എനിക്ക് അത്രയും താല്പര്യമില്ല. അങ്ങനെ ഞാനിങ്ങനെ പിറ്റേ ദിവസം ഇങ്ങനെ പള്ളിയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് 2 ദിവസം കഴിയപ്പോഴാണ് പ്രാർത്ഥിച്ച് ഇങ്ങനെ നിന്നപ്പോഴേക്കും എനിക്ക് തോന്നി ഗോൾഡ് കുറച്ച് ഇങ്ങനെ ചിട്ടിക്ക് വേണ്ടിയിട്ട് ഈട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവരോട് പൈസ ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ ഓർത്ത് ഇങ്ങനെ നിന്നിട്ട് അന്ന് തന്നെ ഞാൻ ആ വഴി തന്നെ പള്ളിയിൽ നിന്ന് പോയ വഴി തന്നെ അവിടെ പോയി ഞാനിങ്ങനെ സൊസൈറ്റിയിലാണ്. അപ്പോൾ ഞാൻ അവിടെ ഒന്ന് ചോദിച്ചു. അപ്പോൾ അവിടെ ചേച്ചി വെച്ച് നോക്ക്, കാരണം ഗോൾഡിന് ഇപ്പോൾ വില കൂടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ചോദിച്ചു. അപ്പോൾ ഞാനത് വേറൊരു ആധാരം വെച്ചിട്ട് എടുക്കാനായിട്ട് നിൽക്കണം. പക്ഷേ അത് ഇപ്പോഴും അത് കഴിഞ്ഞിട്ടില്ല, റെഡി ആയിട്ടില്ല. അതാണെങ്കിൽ എനിക്കിപ്പോൾ പറ്റില്ല പോകാനായിട്ട്. പുള്ളി പൈസ ഈ മാസം ഒരു 15-ാം തീയതിക്കുള്ളിൽ കൊടുക്കുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഞാൻ അത് നടക്കണേ പിന്നെ ആധാരം വെച്ച് കൊടുത്താൽ മതി എന്ന് ഓർത്തപ്പോഴാണ് അത് നടക്കാൻ വൈകണപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്. അങ്ങനെ ഇത് ഞാൻ അവിടെ ചെന്ന് പുള്ളിയോട് ചോദിച്ചു, പറഞ്ഞാൽ എന്നാൽ ഒരു അപേക്ഷ വയ്ക്കുമെന്ന് പറഞ്ഞു. കുറച്ച് ദിവസം എടുക്കൂട്ടാ അത് കിട്ടാനായിട്ടെന്ന് പറഞ്ഞു. അങ്ങനെ മാതാവേ ഈശോയെ നീ ഞങ്ങൾക്ക് ഈശോയുടെ എനിക്ക് നടത്തി തന്നോട്ടെ മാതാവേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷ എഴുതി അവിടെ വെച്ച് സാക്ഷികളൊക്കെ വേണ്ടി ഒപ്പിടിച്ച് കൊടുത്ത്. അത് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എന്നെ വിളിച്ചേക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ആരെങ്കിലും പോയി കണ്ടാക്കാൻ പറ്റി ഞങ്ങൾ ആരെങ്കിലും? ഞാൻ പറയില്ല, ഞാൻ ആരെയും കണ്ടെന്നില്ല. പിന്നെ അങ്ങനെ പെട്ടെന്ന് ഇത്ര വേഗം പാസ്സായി, ഇത് കമ്മിറ്റിയിലൊന്നും വെച്ചിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു അതെനിക്ക് 2 ആളുകളുണ്ട്, അവർ നടത്തി തന്നാന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കറിയാം ഞാനിങ്ങനെ പ്രാർത്ഥിക്കണതും അവിടേക്കിടയ്ക്ക് ഞാൻ കൊടുത്ത് പത്രം കൊടുക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ അവർ അങ്ങനെ അത് പൈസയൊക്കെ റെഡിയായി, എല്ലാം കുഴപ്പമില്ലാതെയൊക്കെ റെഡിയായി കിട്ടി. പിന്നെ പോകാൻ ഞാൻ പിന്നെ ഞായറാഴ്ച വൈകുന്നേരം പോകും. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ പള്ളിയിൽ എല്ലാ മാസവും 1-ാം തീയതി തന്നെ മാസത്തിന് 1-ാം തീയതി തന്നെ ദശാംശം കൊടുക്കും. അതുകൂടാതെ പിന്നെ ആരെങ്കിലും വന്നതിനോട് ചോദിക്കാൻ പൈസ ചോദിക്കാലും എനിക്ക് അറിഞ്ഞിട്ട് പിന്നെ അതൊന്ന് കൊടുക്കാനുള്ളതൊക്കെ ഞാൻ കൊടുക്കും. പിന്നെ വിൻസെൻ്റ് പോളിൻ്റെ ഒരു പ്രവർത്തകയും പ്രസിഡൻറ്റ് കൂടിയായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള പൈസയും അതുകൂടാതെ ഞങ്ങൾ കളക്ഷൻ എടുത്തും അതൊക്കെ മേടിച്ചും ചോദിച്ചൊക്കെ നടന്നൊക്കെ അങ്ങനെ പാവങ്ങളെ സഹായിക്കുകയും രോഗികളെയൊക്കെ സഹായിക്കാനൊക്കെ ഞാൻ നന്നായിട്ട് പരിശ്രമിക്കാറുണ്ട്.
പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം വാങ്ങിച്ച് ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ബസ് സ്റ്റാൻഡിലും ചില മിക്കപ്പോഴും ഇവിടുന്ന് പോകുമ്പോൾ വഴി തന്നെ ഞാൻ ബസ് സ്റ്റാൻഡിലും മറ്റേ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലൊക്കെ കൊടുത്ത് ഒരു ഇതായിട്ടേ അങ്ങോട്ട് പോവുള്ളൂ. ചിലപ്പോൾ ആ വീട്ടിൽ ചെന്നിട്ട് പിറ്റേ ദിവസം കൊണ്ടുവന്ന് കൊടുക്കും. അങ്ങനെ അത് ചെയ്യാറുണ്ട്. പിന്നെ വചനം വായിക്കാനും ജപമാലയിലും എനിക്ക് ഇത്തിരി മടിയായിരുന്നു എനിക്ക്. ഇപ്പോൾ വചനം വായിക്കാനും ഭയങ്കര താല്പര്യമാണ്. അരമണിക്കൂറല്ല, ചിലപ്പോൾ അതിൽ കൂടുതൽ ഞാൻ വായിക്കും. കാലത്ത് വെളുപ്പിനെ എഴുന്നേക്കാൻ ഇത്തിരി മടിയായിരുന്നു. അതൊക്കെ പക്ഷെ അതൊന്നുമില്ല. അതായത് രാവിലെ തന്നെ എഴുന്നേക്കും. ബൈബിൾ വായിച്ചിട്ടേ പള്ളിയിൽ പോകാൻ നോക്കുകയുള്ളൂ. പിന്നെ കുർബാനയ്ക്ക് എനിക്ക് പോകാൻ ഇഷ്ടമാണ്, പക്ഷേ ഞാൻ പോകാതിരിക്കാമല്ലോ. പക്ഷെ എന്നാലും ചിലപ്പോഴൊക്കെ ഒരു അസുഖം വന്നതൊക്കെ ഇന്നത്തെ അങ്ങോട്ട് പോട്ടെ എന്ന് വെച്ച് വിടും. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഒരു ദിവസം പോലും ഞാൻ കുർബാനയ്ക്ക് 2024 ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം ഒറ്റ ദിവസം മുടക്കിയിട്ടില്ല. പനി വന്ന ദിവസങ്ങളിൽ പോലും ഞാൻ ഏറ്റവും ബാക്കിൽ പോയിരുന്ന, ആരുടെ അടുത്തിരുന്നില്ല, മാസ്കൊക്കെ വെച്ചിട്ട് പോയി അപ്പോൾ പുറയിൽ പോയിരുന്ന, അങ്ങനെ ജലദോഷം എന്ത് അസുഖം ഉണ്ടെങ്കിലും ഞാൻ വിശുദ്ധ ബലി മുടക്കിയിട്ടില്ല, ഇതുവരെ മുടക്കിയിട്ടില്ല. കുമ്പസാരമാണെങ്കിലും 2 ആഴ്ച എത്തുമ്പോൾ കറക്റ്റ് 2 ആഴ്ച, ചിലപ്പോൾ ഒരാഴ്ച എത്തുമ്പോൾ ചിലപ്പോൾ കുമ്പസാരിക്കും. അങ്ങനെ ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു.